അസ്സലാമലൈക്കും. അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കല്യാണ വീടുകളിലെ തലേ ദിവസം മൈലാഞ്ചിൻ്റെ അന്ന് രാത്രി പൊറാട്ട, നൂൽപുട്ട്, അപ്പം, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്നൊരു കുറുമക്കറിയില്ലേ, നല്ല വൈറ്റ് കളറിൽ തിക്കായിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമ. ആ ഒരു കുറുമയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് അല്ലേ. കല്യാണ വീട്ടിൽ മാത്രമല്ലേ ആ ഒരു ടേസ്റ്റിൽ നമ്മളിത് കഴിക്കാറ്. എന്നാൽ അതേ ടേസ്റ്റിൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്നല്ലേ, വേഗം വന്നോ നമുക്ക് കണ്ടു നോക്കാം. എക്സ്ട്രാ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു വൈറ്റ് കളറിലുള്ള തിക്കായിട്ടുള്ള കുറുമക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, പച്ചപ്പട്ടാണി കടല, അത് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കാം വെള്ളത്തിൽ. ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചെടുത്താൽ മതിയേ. ഇതിപ്പോൾ 2 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുള്ള പച്ചപ്പട്ടാണി കടല എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് എടുക്കുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും ആണ്. അപ്പോൾ ഇത് മൂന്നും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നീളത്തിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 വെജിറ്റബിൾ നീളത്തിലെടുക്കുക. ഒരുപാട് നീളം വേണ്ട, എന്നാൽ തീരെ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കരുത്. കുറച്ച് കഷ്ണങ്ങൾ കാണുന്ന തരത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു 4-5 അല്ലിയോളം വെളുത്തുള്ളി. അത് ഒന്നും ചെയ്യേണ്ട, ചതക്കോ മുറിച്ചിടോ ഒന്നും ചെയ്യേണ്ട. ആ ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പും വെള്ളവും മാത്രം മതി ഇത് വേവിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ബദാം, ഒരു 15ഓളം ബദാമും കുറച്ച് കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. കുരുമുളകും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ഒരു കുക്കർ വേവുന്ന വെജിറ്റബിൾസ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബദാമും കുരുമുളകും ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തോടു കൂടി തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചെടുക്കുക. പിന്നെ സാധാരണ കുറുമക്കറിയിൽ നമ്മൾ ബദാമിന് പകരം അണ്ടിപ്പരിപ്പാണ് ചേർക്കുക. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു ബദാം ഇട്ടിട്ട് ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കി നോക്കട്ടോ, അപാര ടേസ്റ്റാണ്. അപ്പോൾ 15 അല്ലിയോളം ബദാം എടുത്തിട്ടുണ്ട്. ബദാം എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തിക്നെസ് കിട്ടും നമ്മൾ ഈ ഒരു കുറുമക്കറിക്ക്. കുറുമ എന്ന് പറയുന്ന സമയത്ത് തന്നെ കുറച്ച് തിക്കായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ബദാം ചേർക്കുന്ന സമയത്ത് തിക്നെസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ വിസിലടിഞ്ഞിട്ടുണ്ട്. പിന്നെ വേവ് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവിനും ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിമിൻ്റെ അളവിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ വേവ്. അപ്പോൾ അത് ഒട്ടും ആ ഒരു ഗ്രീൻ പീസ് ഉടഞ്ഞു പോവാത്ത തരത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. എന്നാലോ പച്ചക്കറികളോ അതും വെന്തിരിക്കാൻ വേണേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളിത് വേവിച്ചെടുക്കുക. ഞാനിതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 വിസിലെങ്ങാനാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അപ്പോഴേക്കും അതിലുള്ള വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഒട്ടും വറ്റിപ്പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വെള്ളം മുഴുവനായിട്ടും മാറുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പരുവത്തിൽ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ബദാമിൻ്റെയും തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് താളിച്ച് വെച്ച് കൊടുക്കുക. ഈ ഒരു താളിപ്പിൻ്റെ ടേസ്റ്റാണ്, ഫ്ലേവറാണ് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നമ്മൾ താളിപ്പ് റെഡി. ഇനി ചൂടോടുകൂടെ ആ ഒരു കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കുക. ഇനി നമ്മളിത് കഴിക്കുന്ന സമയത്ത് സെർവ് ചെയ്യുമ്പോൾ മാത്രം ആ ഒരു അടപ്പ് ഓപ്പൺ ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കല്യാണ വീടുകളിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുന്നത് കേട്ടോ. ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിട്ട് സൂപ്പറാണ്. ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിന് പൊറാട്ട, ചപ്പാത്തി, നൂൽപുട്ട് മീൻസ് ഇടിയപ്പം പിന്നെ അപ്പം, ഇതിൻ്റെയൊക്കെ കൂടെ സൂപ്പറാണ്. പിന്നെ നെയ്പ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയും, അങ്ങനെ ഏതൊരു ഫുഡിൻ്റെ കൂടെയും സൂപ്പർ കോംബോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു വെജിറ്റബിൾ കുറുമയുടെ കറിയാണ് ഇത്. ഇനിയിപ്പം പച്ചക്കറികളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കുക. വീണ്ടും വീണ്ടും അവർ ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളെ പൂവപ്പ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് ഈ ഒരു ഗ്രീൻ പീസിൻ്റെ കുറുമക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ പൊറാട്ട, നൂൽപുട്ടിൻ്റെ ഒക്കെ കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗീ റൈസിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൊളീഗ്സിനും ഒക്കെ ഈ ഒരു
വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇൻഷാല്ലാ ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.